സമ്മതിക്കാൻ പറ്റില്ല. ഇവിടെ നിൽക്കുന്ന ആരും കണ്ണുപൊട്ടന്മാരല്ല. നിങ്ങൾ തന്നെ പറ, കോഡ് നമ്പർ ഏതാണെന്ന് നന്നായി കളിച്ചേ. ഇവിടെ ഇരിക്കുന്നവർക്ക് ഡാൻസ് അറിയുന്നവർ തന്നെയല്ലേ? അല്ലേ? കൈകുട്ടി വീട് എല്ലാ സ്ഥലത്തും നടക്കുന്ന പരിപാടിയുണ്ട്. എല്ലാ സ്ഥലത്തും തന്നെ നടക്കണം. എല്ലാവരും അല്ലേ? ഇവര് പറയട്ടെ, എന്ത് പരിപാടി നടക്കട്ടെ? കളിക്കാൻ കൊള്ളത്തില്ല. മത്സരം ആരംഭിക്കുന്നു. കോഡ് നമ്പർ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കും. 14 സെക്കൻഡ് ഗോൾ. നിങ്ങൾ കളിക്കട്ടെ, ഇവര് മാറട്ടെ. അല്ല, അത്രയും വിഷമുണ്ട് ഇവിടെ, വിഷമുണ്ട്. അതുകൊണ്ടാണ് ഇവർ പറയട്ടെ. അവര് ചെരുവിൽ പറയട്ടെ. ആർക്കും ഇതിനൊന്നും പറയുന്നില്ല. നിങ്ങൾക്കൊന്ന് ചോദിക്കുന്നവരോട് എന്ത് ചേട്ടാ, നിങ്ങൾ കളിക്കുന്ന സ്റ്റേജ് നല്ലതാണോ തന്നെ? നിങ്ങൾ നല്ല സ്റ്റേജാണോ തന്നെ? ഇവിടെ നടക്കില്ല. പഠിപ്പിച്ചാണെന്ന് എനിക്ക് എന്ത് പറയുന്നത്? ഇത്രയും ലക്ഷം കളിക്കാനുള്ള എന്ത് വിടില്ല, നടക്കില്ല. എന്ത് ഒരു ഹൈസ്കൂൾ തലത്തിൽ ഗ്രൂപ്പ് കളിക്കുന്ന വെല്ലുവിലാണോ? കളിച്ചപ്പോൾ പറ. പിന്നുമുണ്ട് സ്റ്റേജിലുണ്ട്. മാറ്റം എന്ന് പറഞ്ഞ സമ്മതിച്ചില്ല. എന്തുകൊണ്ട് പറ? വീണല്ല. എന്ത് പറയട്ടെ. ഏട്ടാ, കളിച്ച ഗ്രൂപ്പ് ഫസ്റ്റ് കൈ കുത്തി ഫ്രണ്ടിൽ തന്നെ വീണു. എന്നിട്ട് ആളാണോ? അയാൾക്ക് എന്ത് ഇല്ല, നടക്കണ്ട. ഇവിടെ കറക്റ്റ് കാര്യം അറിയട്ടെ. പയണിക്കുന്നത് പറയണോ? നിങ്ങൾ ചെന്ന് ആർത്തരാന്നുള്ളത് പറ. പറയാൻ പറ്റുമോ? എന്ത് മത്സരം കഴിഞ്ഞു? ഇത് ഇനി കളിക്കാൻ പോകുന്ന ഇങ്ങനെ തന്നെയല്ലേ? അല്ലേ? പറ. ഞങ്ങൾ ഞാൻ ഇതുവരെ ഒരു വെന്യൂൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു വെന്യൂൽ ഞാൻ പറഞ്ഞിട്ടില്ല. എന്താ നടക്കുന്നത് ഇത്? കലോത്സവത്തില് ഒരു ഗ്രൂപ്പ് ഡാൻസ്, ഇത്ര എക്സ്പെൻസ് മുടക്കി വരുന്ന ഒരു ഗ്രൂപ്പ് ഡാൻസ് കൊടുക്കുന്ന വെന്യൂ ഇതാണോ? ആണോ? ചോദ്യം. രണ്ടാമത്തെ കാര്യം, പിന്നുമുള്ള സ്റ്റേജിലുണ്ടായിരുന്നു. പിന്നുമുള്ള സ്റ്റേജിലുണ്ട്. ക്ലീൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു വേണ്ട, കളിക്കുന്നു. ഇതൊക്കെ അവിടുത്തെ ന്യായം. എല്ലാവർക്കും ഒരു കാര്യമുണ്ട്. നിങ്ങൾ അങ്ങ് ചെയ്യുന്ന കാര്യമാണ് കാര്യം. ഇത്ര എക്സ്പെൻസ് ഇറക്കിയ ഒരു കാര്യം വരുമ്പോ അതിനൊരു മര്യാദയ്ക്ക് ഒരു വെന്യൂ എങ്കിലും കൊടുക്കാൻ പഠിക്കണം. ഏത് സ്കൂളാണെങ്കിലും ആ സ്കൂളുകളെ ആർക്കൊടുക്കണം? എന്താ അപ്പീൽ കൊടുക്കുക? എപ്പോഴും ഈ പ്രശ്നം നടക്കണത്. എപ്പോഴും കാര്യം ഉണ്ടാക്കുക, എന്നിട്ട് അപ്പീൽ കൊടുക്കുക. എന്ത് നടപടി? പിടിക്കാം. 5 വർഷം കൊണ്ട് അപ്പീല് എന്ത് പ്രശ്നം വന്നാലും അപ്പീല് എന്താണ്? തല്ലിയെന്ന് വിടും. അപ്പീൽ കൊടുക്കാൻ പറ്റില്ല. ഉത്തരം കിട്ടി പറയട്ടെ. ഒരു ജഡ്ജ് എഴുന്നേറ്റ് പറയട്ടെ ഇത് അടുത്തിരിക്കുന്നതിന്റെ ക്വാളിറ്റി എന്താ? പറ. വെറുതെ വലുതും അറിയോ? ഒരു ഡാൻസ് അറിയാണോ? താൻ ഗ്രൂപ്പ് കോറിയോഗ്രാഫി ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? പറയണോ? ഇതാണ് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്കൊരു ഞങ്ങൾ ഈ പറയും, നിങ്ങൾ പറയും എസ്കോർട്ട് ടീച്ചർ വിളി, ആൾക്കാരെ വിളി. ഒരു 3-4 മാസം ഉറക്കൊഴിഞ്ഞുള്ള അധ്വാനാണ് ഈ ഗ്രൂപ്പ് ഡാൻസ് എന്ന് പറയുന്നത്. എത്ര ജില്ല കഴിഞ്ഞു? കാലിക്കറ്റ് കഴിഞ്ഞു, കോട്ടയം, നാളെ എറണാകുളം. ഇവിടെ ഒന്നും നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടുണ്ടാക്കി? ദണ്ണുള്ളതുകൊണ്ട്. അവിടെ ഇരിക്കുന്ന ഒരു ജഡ്ജെങ്കിലും എഴുന്നേറ്റിട്ട് മര്യാദയ്ക്ക് ബോധം വെച്ച് പറയാന്നുണ്ടെങ്കിൽ ഇത് നമ്മളിവിടെ നിർത്തും. ചെയ്തവർക്കറിയാം പുള്ളി എന്താന്നുള്ളത്. അവര് പറയട്ടെ. ഒരു അപാകതകൾ വരാത്ത റിവ്യൂ കൊടുക്കാൻ പറ്റുമോ? പറയുന്നില്ല. അതെല്ലാം റെക്കോർഡാണ്. എന്ത് റെക്കോർഡ്? ഇപ്പൊ വിധി നിർണ്ണയിക്ക്. റെക്കോർഡ് ഇപ്പൊ വിധി നിർണ്ണയിക്ക്. ഡാൻസ് ആകില്ല. എന്തിന് കളിക്കാൻ
ഇത് അപ്പി ഇവിടെ നടക്കും. എന്നിട്ട് സംഘാടകരൊക്കെ പറയും അപ്പി അങ്ങ് കൊടുത്തോന്ന്. എന്തിനാ കലോത്സവത്തിൽ ഇറങ്ങണേ? അപ്പിയിലെത്താൻ മാത്രം മതിയോ? എന്നാ പിന്നെ കളിക്കാൻ ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ. അപ്പിയിൽ കുറച്ച് നേരത്തെ ബോധ ഫീലിനെ തിന്നാൻ താമൂട്ടി മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. പൊളിറ്റിക്കൽ ആവാം, പക്ഷെ ഡാൻസിൽ പൊളിറ്റിക്കൽ നടക്കില്ലല്ലോ. പൊട്ടന്മാരല്ലല്ലോ ഇവിടെ ഇരിക്കുന്നവര്, ഡാൻസ് അറിയുന്നവരല്ലേ അല്ലേ? 5-6 വർഷം കൊണ്ട് സ്റ്റേറ്റിൽ പോകുന്ന ആളാ ഞാൻ, ഗ്രൂപ്പ് കൊണ്ട്. ഇല്ലാന്ന് പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയണ്ടാവുമല്ലോ. അല്ല എനിക്കറിയില്ല ഗ്രൂപ്പ് പഠിപ്പിച്ചിട്ടുണ്ടോ. ഇതിലാരും കുറ്റപ്പെടുത്താനും വരുന്നില്ല. പക്ഷെ എന്ത് മാനദണ്ഡത്തിലാണ് ലാസ്റ്റ് കോഡ് നമ്പറിന് റിസൾട്ട് പോയെന്നുള്ള പറഞ്ഞാൽ മതി. നമുക്ക് മത്സരം തുടർന്ന് നടത്തേണ്ടതുണ്ട്. എല്ലാ രക്ഷിതാക്കളും കുട്ടികളും ഏതാ സ്ഥാനങ്ങളിൽ ഇരിക്കുക. അല്ലല്ല ബാക്കി ഹയർ വിഭാഗത്തിലെ മത്സരം തുടരേണ്ടതുണ്ട്. മറ്റു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ബാക്കിലേക്ക് മാറി സംസാരിക്കുക. മത്സരത്തിന് തടസ്സം നൽകരുത്. ആരോട് തീരുമാനിക്കാൻ? നിങ്ങൾ ജഡ്ജിനെ മാറ്റി അല്ലെങ്കിൽ വേറെ വല്ല വഴി നോക്ക്. അതെന്താ ഇല്ലാത്ത? അപ്പൊ ഗെയ് വരുന്നു, DD വരുന്നു, അവരൊക്കെ റെസ്പെക്ട് ചെയ്തോണ്ട് തന്നെ പറയുന്നത്. നിങ്ങളോടൊന്നും ആരോടും വ്യക്തിപരമായി ഒരു ദേഷ്യമില്ല, ഒരു ദേഷ്യമില്ല. ആ ഇരിക്കുന്ന 3 പേരെന്താ വെച്ചാൽ അവര് പറയട്ടെ, അത്രേ ഉള്ളൂ. അവര് പറയട്ടെ. ഈ സ്റ്റേറ്റ്